എന്താ സുധാമണി? ഇവിടെ ഇങ്ങനെ ഫയലൊക്കെ ഇരിക്കുന്നത് കണ്ടു. ഞാൻ വെറുതെ. അതിനെന്താ സുധ ഇങ്ങനെ പേടിക്കുന്നേ? എന്റെ കാര്യങ്ങളെല്ലാം സുധയുടെ കൂടെ കാര്യങ്ങളല്ലേ, അതിനെന്തിനാ ടെൻഷൻ ആവുന്നത്? ഇത് കണ്ടപ്പോ ഏതോ കമ്പനിയുടെ ഫയലാന്ന് തോന്നിയോ? അതെ. എന്നാലേ ഇത് കമ്പനിയെ സംബന്ധിച്ചുള്ള ഫയൽ തന്നെയാ. ഞാൻ ഒരു രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം ആ രഹസ്യം പരസ്യമാക്കണമെന്ന് കരുതി മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. നിന്റെ പേരിൽ ഞാനൊരു കമ്പനി ആരംഭിക്കുക. അതിന്റെ രജിസ്ട്രേഷൻ പേപ്പേഴ്സ് അത്. ഇത് കണ്ടിട്ടൊരു വലിയ കമ്പനി പോലെ തോന്നുന്നു. അതെ, എന്റെ സുധയ്ക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എല്ലാ തരത്തിലും അത് ഗംഭീരമാവണം. അല്ല, അതിനും വേണ്ടി പണം, അത്രയും പണമൊക്കെ ഉണ്ടോ? എന്റെ കുറെ പരിചയക്കാരൊക്കെ ഉണ്ട് സുധാമണി, അവർ കുറെ ഇൻവെസ്റ്റ് ചെയ്യും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുധയ്ക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ? എന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിയാൽ പോരെ സുധേ? ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, കഥയൊക്കെ തുറന്നു നടക്കുക. ആ, സുധ ചെല്ലേ. ഇവൾക്കെന്തോ സംശയം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നീട്ടിക്കൊണ്ടുപോയാൽ പറ്റില്ല. അവസാന റൗണ്ട് എത്രയും പെട്ടെന്ന് തുടങ്ങണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 ക്ലയൻസ് വരും. അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. ഓക്കേ സർ. അപർണ, വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കരുത്. അപർണ എന്തോ ഡിസ്റ്റർബ്ഡ് ആയതുപോലെ തോന്നുന്നു. ഒന്നുമില്ല സർ, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഞാൻ ഹാപ്പിയാണ്. എന്നെ കണ്ടിട്ട് വിഷമം പോലെ തോന്നുന്നുണ്ടോ സാറിന്? ജസ്റ്റ് അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കരുതി എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം. ബാലുവിനെയും കാണുന്നില്ല. രാജിക്കത്ത് അവന്റെ കയ്യിലല്ല, അവളുടെ കൈ തന്നെ ഇത് കൊടുക്കണം. വലിയ CEO അല്ലേ, അവൾ തന്നെ വേണം രാജി അംഗീകരിക്കാൻ. അപ്പോ അപർണ ഫുള്ളി ഹാപ്പിയാണ്. സാർ ഒരു കോമഡി പറഞ്ഞു നോക്കിയാൽ മതി, ഞാൻ ചിരിക്കാം. ബാലു, സർ വീഡിയോ കോൺഫറൻസ് എത്ര മണിക്കാന്നാ പറഞ്ഞേ? 12:30. ഓക്കെ. സൈൻ ചെയ്തോളൂ ബാലു. സൈൻ ചെയ്യുന്നില്ല. എന്തായത്, ലീവ് ആപ്ലിക്കേഷൻ ആണോ? ഇതൊന്നും സാങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അത് ശരി, ഒരു നുള്ളു പോലും എന്നെ മൈൻഡ് ചെയ്യാതെയല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഞാനെന്തിന് രാജിവെക്കണം? ലീവ് വേണ്ട. എന്താ ഇത്? ഇതൊരു ഓഫീസാണ്. ഓഫീസിന്റെ ചിട്ടയൊക്കെ പാലിക്കണം. ലീവ് തന്നിട്ട് പിടിച്ചു വാങ്ങിക്കുന്നോ? മെമ്മോ അടിച്ച് തരേണ്ടതാ. ഹലോ അച്ഛാ. അല്ല മോനെ, നീ തിരക്കിലാണോ? എന്താ അച്ഛാ? മോനെ, നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്റെ റൂം വരെ ഒന്ന് വരാവോ? എന്താ അച്ഛാ കാര്യം? എന്താ പ്രശ്നം?
അയ്യോ മോനെ, നീ ടെൻഷൻ ആവണ്ട. നീ ഒന്ന് വന്നാ മതി. അച്ഛന് ഒരു നെഞ്ചുവേദന, തീരെ വയ്യ. അയ്യോ അച്ഛാ, ഞാൻ വീണുപോകും. എനിക്ക് നിന്നെ ഒന്ന് കാണണം. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കണം. അയ്യോ അച്ഛാ, അച്ഛൻ എന്തൊക്കെയായി സംസാരിക്കുന്നത്? അതെ അതെ മോനെ, എനിക്ക് പോകാൻ സമയമായി. നീ വേഗം വാ, പെട്ടെന്ന് വാ. നിന്റെ കൈകൊണ്ട് എനിക്ക് വെള്ളം വാങ്ങി കുടിക്കണം. വേഗം വാ. ദാ വരുന്ന അച്ഛാ. അങ്ങനെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവനിപ്പോ ഓടിപ്പാഞ്ഞു വരും. മോളെ, അമ്മ സുഖാണോ മോളെ? ഒറ്റ ദിവസേ വിട്ടു നിന്നെങ്കിലും 1000 വർഷം കഴിഞ്ഞ പോലെ തോന്നുക. അമ്മ ഇരിക്കേ. അയ്യോ മോളെ, വേണ്ട വേണ്ട, ഇരിക്കമ്മേ. സത്യം പറഞ്ഞ ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. അമ്മ വിഷമിക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ദേ ഒറ്റ വിളി, ഞാൻ അവിടെ എത്തും. എന്തൊറ്റ വിളി? വിളിച്ചിട്ട് അങ്ങോട്ട് വരുത്താനല്ല, പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനാ ഞാൻ വന്നത്. മോൾ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. അയ്യോ അമ്മേ, അത് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാ. ഓഫീസ് സമയം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോവാം. അമ്മേ, എന്നെ വിഷമിപ്പിക്കല്ലേ. അമ്മയ്ക്ക് എന്നോടുള്ള വാത്സല്യമൊക്കെ എനിക്കറിയാം. എന്നെ എന്തുമാത്രം അമ്മ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്റെ സന്തോഷത്തിനായിരുന്നു അമ്മ ശ്രദ്ധിച്ചിരുന്നത്. ഇതിപ്പം അമ്മ അങ്ങനെ കാണണം. എന്റെ സന്തോഷമായത്. അപ്പൊ ആ സന്തോഷത്തിന് വേണ്ടി അമ്മ എന്റെ കൂടെ നിൽക്കണം. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അമ്മ വന്നത്. ബാലുവിനും വല്ലാത്ത വിഷമമുണ്ട്. ബാലുനോ വിഷമോ? നന്നായി. ഇന്ന് രാവിലെ തന്നെ എന്നോട് വെറുതെ ഒരു ഉടക്കൊക്കെ ഉണ്ടാക്കിയിട്ടാ പോയത്. ഈശ്വരാ, ഇവനിതെന്ത് ഭാവിച്ചിട്ടാ? സർ, എന്റെ മദറിൻലോ, സാറിനറിയാലോ. അമ്മേ, ചില കാര്യങ്ങൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തില് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോ പുതിയൊരാളാ. ബാലു അപർണയൊക്കെ എന്റെ നല്ല സുഹൃത്തുക്കളാ. അപർണ, ഈ ഫയലൊന്ന് നോക്കി വെച്ചേക്കെ. സംസാരിച്ച് കഴിഞ്ഞിട്ട് മതി. ശരി സർ. മോളെ, എനിക്കെന്തോ മോളെ ആ സാറിനെ കാണുമ്പോ അത്ര സന്തോഷം തോന്നില്ല. മറക്കാൻ ശ്രമിച്ചാലും പഴയ കാര്യങ്ങൾ ഓർമ്മ വരിക. ഇപ്പാള് നല്ലവനാ അമ്മേ. പഴയതൊന്നും മനസ്സിലില്ല. എന്നോട് മോശമായ രീതിയിൽ സംസാരം പോയിട്ട് ഒരു നോട്ടം പോലും നോക്കില്ല. കിരൺ ഒരു നല്ല ഓഫീസറായിട്ടാ ഞങ്ങളെ സ്റ്റാഫിനൊക്കെ ഫീൽ ചെയ്യുന്നേ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാറിപ്പോകുന്നത് ബുദ്ധിമോശ. അയ്യോ, മോള് മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിൽ പഴയ കാര്യങ്ങൾ കിടക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും മോൾ ഒരാളെ കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോ അത് കൃത്യമായിരിക്കും. അമ്മ വരുന്നത് ബാലു കണ്ടോ? കണ്ടു. ബാലുവിന് ഞാൻ വന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എടോ പ്രമോദേ, നമ്മുടെ കയ്യില് ഒരു നല്ല ഇരയാ കിട്ടിയിരിക്കുന്നെ. അപ്പൊ പിന്നെ അവരെ വെച്ച് കലാപരിപാടികൾ ഒപ്പിച്ചില്ലെങ്കിൽ മോശമല്ലേ? അത് മോശമാ. ആ, എങ്കിലേ ആ കലാപരിപാടിക്ക് കർട്ടൻ ഉയരാൻ പോവാ. ഇപ്പോഴത്തെ പിണക്കമൊക്കെ അധികം താമസിയാതെ അങ്ങ് മാറും അമ്മേ. എന്തായാലും പ്രതീക്ഷിക്കാതെ അമ്മയെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഞാനിപ്പോ അവിടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ. അമ്മേ, അപർണ, സാറ് നമുക്കൊന്ന് അങ്ങോട്ടിരുന്നാലോ? എന്താ? അമ്മ ഇപ്പൊ ഒരു സ്റ്റാഫിന്റെ അമ്മ മാത്രമല്ല, സിഇഒയുടെ അമ്മായിയമ്മ കൂടിയാണ്.
അപ്പൊ പിന്നെ ഞാനത് പരിഗണിക്കണ്ടേ? അങ്ങോട്ടിരിക്കാം. എന്തിനാ എന്തിനാ മോളെ? പേടിക്കാതെ വാ അമ്മേ. ആ, അമ്മ വന്നേ, എന്തായാലും നമുക്കൊന്ന് പോവാം. വാ. വരൂ. എവരിബഡി പ്ലീസ് കം. ഇന്ന് നമ്മുടെ ഓഫീസിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. വെറും ഗസ്റ്റ് അല്ല, VIP ഗസ്റ്റ്, ശ്രീമതി സുധാമണി. നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. പ്ലീസ് കം. നമ്മുടെ സ്റ്റാഫ് ബാലുവിന്റെ അമ്മയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ നമ്മുടെ സിഇഒയുടെ മദർ ഇൻ ലോയും. ഒരുപാട് ആളുകള് ഈ നല്ല അമ്മയുടെ കൈപുണ്യം ഓരോ ദിവസവും അറിയുന്നുണ്ട്. നാട്ടിലെ ഏറ്റവും മികച്ച പാചകക്കാരി കൂടിയാണ് സുധാമണി എന്ന ഈ അമ്മ. അമ്മയ്ക്ക് നമ്മുടെ കമ്പനിയുടെ ഒരു കുഞ്ഞു സമ്മാനം കൊടുക്കണം. എനിക്ക് സമ്മാനൊന്നും വേണ്ടപ്പാ, എനിക്കൊന്ന് വീട്ടിലെത്തണം. അമ്മ, അങ്ങനെ പോവാൻ പറ്റില്ല. ഇത് കമ്പനിയുടെ തീരുമാനാ അല്ലേ സർ? ഓഫ് കോഴ്സ്. ഈ സമ്മാനം നമ്മുടെ സിഇഒ അപർണയും ബാലുവും ചേർന്ന് സുധാമണിക്ക് നൽകും. ബാലു വരൂ. ബാലുവിന് നാണോ ആണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ കമ്പനി MDയും കമ്പനി സിഇഒയും ചേർന്ന് കൊടുക്കട്ടെ. അപർണ വരൂ. സർ, അച്ഛാ, അയ്യോ അച്ഛാ, അയ്യോ അച്ഛാ, ചോര. അച്ഛാ, ഒന്നുമില്ല മോനെ. കണ്ണടയ്ക്കുന്നതിന് മുന്നേ നിന്നെ ഒന്ന് കാണണമെന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛന്റെ പ്രാർത്ഥന. നീ വരാൻ വൈകിയപ്പോ ഞാൻ കരുതി എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലാന്ന്. ഇപ്പോ അച്ഛന് സമാധാനമായി മോനെ. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ വന്നേ, എനിക്ക് നമുക്ക് ആശുപത്രി പോവാം. വേണ്ട, ഇല്ല മോനെ. ഡോക്ടർമാർക്ക് അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലേ, ദൈവം പോലും കൈവിട്ടു. ഒന്നോർത്താ ജീവിക്കാൻ ഞാൻ അർഹനുമല്ല. പ്ലീസ് അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അമ്മയെ വിളിക്കാം, നമുക്ക് ആശുപത്രി പോവാം. വേണ്ട മോനെ, സുധയോടൊന്നും പറയണ്ട. അച്ഛനോട് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയെ ഒന്നും അറിയിക്കരുത്. അച്ഛന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അച്ഛാ? അച്ഛൻ എന്താ പറയാനുള്ളത്? അതാ അവിടെ ഇരിക്കുന്ന ആ പൊതി ഇങ്ങെടുത്തേ. ആ തുറക്ക്. മോനു വേണ്ടി അച്ഛന്റെ ചെറിയൊരു സമ്പാദ്യാണ്. ഒരു ചെറിയ വീടും കുറച്ച് സ്ഥലവും അതിന്റെ രേഖകളാ.
നിനക്ക് വേണ്ടി അച്ഛൻ കരുതി വെച്ചതാ. എനിക്ക് വീടും പണമൊന്നും വേണ്ട, എനിക്ക് അച്ഛനെ മതി. പറയട്ടെ മോനെ, എന്റെ മോൻ അമ്മയെ നന്നായി നോക്കണം. അവള് പാവമാണ്. സുധയോട് പറയണം അച്ഛൻ അമ്മയെ ഹൃദയം നിറഞ്ഞാ സ്നേഹിക്കുന്നതെന്ന്. അതുപോലെ മോൻ കീർത്തനെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കണം. അച്ഛാ പ്ലീസ്, അങ്ങനെയൊന്നും പറയാതിരിക്ക അച്ഛാ. ഒരു കാര്യം കൂടി, ആ വെള്ളം ഇങ്ങെടുത്തേ. വെള്ളം നിന്റെ കൈകൊണ്ട് എനിക്കിത്തിരി വെള്ളം കുടിക്കണം. അവസാനത്തെ അപേക്ഷയാ. അങ്ങനെ അവസാനത്തെ ആഗ്രഹമാണെങ്കിൽ ഞാൻ ഈ വെള്ളം തരില്ല. മോനെ, അല്ല, ഞാൻ അങ്ങനെ മരിക്കുന്നല്ല. പക്ഷേ എനിക്ക് നിന്റെ കൈകൊണ്ട് വെള്ളം കുടിക്കണം. ആശുപത്രി കൊണ്ടുപോയി എനിക്ക് വേണ്ടി കാശ് കളയണ്ട. അഥവാ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ സിറ്റി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ദിനേശിനെ കണ്ടാ മതി. വെള്ളം വെള്ളം അച്ഛാ, കുടിക്ക് വെള്ളം. അച്ഛാ, അയ്യോ അച്ഛാ. ഗണേശ മാമ, ഗണേശ മാമ. ശ്ശേ. അയ്യോ അച്ഛാ, അച്ഛാ എണീക്കച്ഛാ. അച്ഛാ, മാമ ഓടി വന്നേ. അച്ഛന് സീരിയസാ, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാം. അച്ഛാ എണീക്കച്ഛാ. പയ്യെ. അച്ഛാ, മാമ. അച്ഛാ. എന്താ വേണോട്ടാ? സുധാമണി എവിടെയാ? ഞാൻ എന്താ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്ക. സുധാമണി സിറ്റി ഹോസ്പിറ്റൽ വരെ അത്യാവശ്യമായിട്ടൊന്ന് വരണം. സിറ്റി ഹോസ്പിറ്റലോ? എന്താ വേണോട്ടാ? ഇവിടെ കൃഷ്ണമൂർത്തിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താ? മൂർത്തി കോളനിയില് തലചുറ്റി വീണു. സാഗറും ഞാനും ഗണേശും കൂടി ആശുപത്രിയിൽ എത്തിച്ചേക്കുവാ. പേടിക്കാനൊന്നുമില്ല, സുധാമണി ഇങ്ങോട്ടൊന്ന് വന്നാ മതി. ഞാൻ അങ്ങോട്ടേക്ക് എത്താം. അപകടാവസ്ഥയൊന്നും അല്ലല്ലോ അല്ലേ? സുധാമണി ഒന്ന് വേഗം വാ. മൂർത്തി ഇപ്പൊ ICUല. വേഗം വാ, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മോള് വന്നോ? അമ്മേ, ദേ അപ്പ വന്നു. തങ്കം, മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. ശരി. ആഹാ, മോള് നേരത്തെ ഇങ്ങ് എത്തിയോ? ദാ മോളെ ചായ. ഇതും കൂടെ കഴിക്കും മോളെ. അതൊന്നും പറ്റില്ല മക്കളെ. ഇതങ്ങോട്ട് കഴിച്ചേ. പറ്റൂല, കഴിക്ക്. മോള് ജോലി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. മോളൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് ഒക്കെ പിന്നെ എടുക്കാം. ഇന്നിവിടെ സന്തോഷമുള്ളൊരു ദിവസം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എന്റെ യാമിനി, മോൾക്ക് ശ്വാസം വിടാനുള്ള ഒരു സമയം കൊടുക്ക്. മഹേഷേ, നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? നീ അകത്തോട്ട് പോയേ. ഞങ്ങളെ അപ്പുവിനോട് സംസാരിക്കാം. ഒന്നുമില്ല, മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ചില കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും സംസാരിക്കണം. അതിന്റെ കാര്യം അമ്മ പറഞ്ഞ. അല്ല, അതിനെ മറച്ചു വെക്കുന്ന എന്തിനാ? ഞങ്ങള് സംസാരിച്ചതേ മോളുടെ കല്യാണ കാര്യത്തെ കുറിച്ചാ.